പാലക്കാട് രൂപത സ്ഥാപിതമായിട്ട് 50 വർഷങ്ങൾ പൂർത്തിയായി. 2 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് സെപ്റ്റംബർ 7-ന് പരിസമാപ്തി ആയിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കുടുംബ വിശുദ്ധീകരണത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ടായിരുന്നു ജൂബിലി വർഷ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഒപ്പം രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോസഫ് ഇരുമ്പന്റെ അജപാലന പ്രവർത്തനങ്ങളും രൂപതയ്ക്കു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വൈദിക സന്യസ്ത ആത്മായ വ്യക്തിത്വങ്ങളെ ഓർക്കുന്നതുമായിരുന്നു സുവർണ ജൂബിലി സമാപനം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് സുവർണ ജൂബിലി സമാപനത്തിന് ആരംഭം കുറിച്ചത്. കോഴിക്കോട് രൂപത മെത്രാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന സന്ദേശം നൽകി. ജൂബിലി ആഘോഷം കൂട്ടായ്മയുടെയും കൃതജ്ഞതാ പ്രകാശനത്തിന്റെയും വേദിയാണെന്ന് ഉദ്ബോധിപ്പിച്ച ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കടന്നുവന്ന നാൾവഴികൾ സ്മരിച്ചുകൊണ്ട് പൂർവികർ പകർന്നു നൽകിയ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ ആഹ്വാനം നൽകി. പാലക്കാട് രൂപത മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത്, മിസിസാഗ രൂപത അധ്യക്ഷൻ മാർ ജോസ് കല്ലുവേലിൽ, താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജു സിഞ്ചിനാനിയിൽ, ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ, രാമനാഥപുരം രൂപത അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട്, മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുനാൻ മാർ തിയോഡോഷ്യസ് എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി. ശേഷം നടന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആത്മീയ നവീകരണത്തിന്റെ പവർ ബാങ്കാണ് പാലക്കാട് രൂപതയെന്നും പാലക്കാട്ടെ കുടിയേറ്റ ജനത വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണെന്നും മാർ തട്ടിൽ വ്യക്തമാക്കി. പാലക്കാട് രൂപത കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആത്മീയ നവീകരണത്തിന്റെ പവർ ബാങ്കാണ്. ഞാൻ അട്ടപ്പാടിയിലെ സെഹ്യോനെയും മലമ്പുഴയിലെ റിന്യൂവൽ സെന്ററിനെയൊക്കെ മനസ്സിൽ കാണുന്നു. നിങ്ങള് വലിയ ശക്തിയാണ്. ഇന്ന് ജീവിതത്തിലെ തളർച്ച തോന്നുന്ന ആളുകള് തളർച്ച മാറ്റാനായിട്ട് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പുറത്തു നിന്നും പവർ ബാങ്ക് അന്വേഷിച്ചു വരുന്നത് പാലക്കാട് രൂപതയിലെ അട്ടപ്പാടിയിലാണ്. ഞാനത് അവിടുത്തെ അച്ഛന്മാരുടെ വ്യക്തി വൈഭവത്തെക്കാൾ കൂടുതൽ പാലക്കാട് രൂപതയുടെ പുണ്യത്തിന്റെ സുഗന്ധമാണ് അട്ടപ്പാടി. ഞാൻ പാലക്കാട് രൂപതയോട് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആത്മീയമായിട്ട് കേരള സഭയെ ശക്തിപ്പെടുത്തുന്ന പവർ ബാങ്കാണ്. നിങ്ങളുടെ ആളുകള് സാധാരണക്കാരും നല്ലൊരു ശതമാനം കർഷകരും സാധുക്കളുമാണ്. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവരെന്ത് ത്യാഗവും ചെയ്യും. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതില് അവരെന്നും വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായിരുന്നു. കുടിയേറ്റ ജനതയ്ക്കൊപ്പം താൻ ഉണ്ടാകുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ സമ്മേളനവേദിയിൽ ഉറപ്പു നൽകി. കേരള വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, വി കെ ശ്രീകണ്ഠൻ MP, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശീന്ദ്രൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിർധനരായവർക്ക് നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഹൊസൂർ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ നിർവഹിച്ചു. രൂപതയുടെ ചരിത്ര പുസ്തകം അതിജീവനത്തിന്റെ സുവിശേഷം രാമനാഥപുരം രൂപത അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് മാർ റാഫേൽ തട്ടിൽ നൽകി പ്രകാശനം ചെയ്തു. രൂപത സ്മരണിക താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജസ് ഇഞ്ചിനാനിയിൽ പ്രകാശനം ചെയ്തു. രൂപതയിലെ വിരമിച്ച വൈദികരെ ആദരിച്ചതിനോടൊപ്പം സഭയ്ക്കും സമൂഹത്തിനും സുത്യർഹ സേവനം ചെയ്യുന്ന ആത്മായരെ മാർ റാഫേൽ തട്ടിൽ മൊമെന്റോ നൽകി ആദരിച്ചു. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെ വിവിധ രൂപതകളിലെ മെത്രാൻമാരും പാലക്കാട് രൂപതയിലെ വൈദികർ, സന്യസ്തർ, ആത്മായ പ്രതിനിധികൾ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷെക്കന ന്യൂസ്, പാലക്കാട്.